നമസ്കാരം. ബസേര ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബസേര ഇന്ന് കാണിക്കാൻ പോകുന്നത് ബസെല്ല എന്ന വള്ളിച്ചീരയുടെ ഒരു റെസിപ്പിയാണ്. 2 ഇനമുണ്ട്. പച്ചത്തണ്ടുള്ള ബസെല്ല ആൽബ, ചുവപ്പ് തണ്ടുള്ള ബസെല്ല റൂബ്ര. ഇത് ബസെല്ല ആൽബ. വീടുകളിൽ സാധാരണയായി കണ്ടുവരുന്നൊരു ചീരയാണ്. റെഡ് തണ്ടുള്ള ചീര ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് കൂടിയാണ്. രണ്ടും കഴിക്കാൻ ഉപയോഗിക്കാം. കായോ തണ്ടോ നട്ടുകൊടുത്താൽ മതി. തണ്ട് സോഫ്റ്റാണ്. ഇലകൾ വലുപ്പവും കട്ടിയും ബ്രിട്ടിലുമാണ്. നമ്മുടെ പാലക് ചീര പോലെ തന്നെ. പാലക് ചീരയാണ് ശരിക്കുള്ള സ്പിനാച്ച്. നമ്മുടെ ഈ വള്ളിച്ചീരയ്ക്ക് പലതരം പേരുകളുണ്ട്. മലബാർ സ്പിനാച്ച്, സിലോൺ സ്പിനാച്ച്, ഇന്ത്യൻ സ്പിനാച്ച്, വൈൻ സ്പിനാച്ച്, പിന്നെ വേറെ കുറേയും. മറ്റു ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പോലെ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ചീരയാണ്. വേഗത്തിൽ വളരും. നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് കേടുവരികയും ചെയ്യും. ബസെല്ല ചീര വെച്ച് നമുക്ക് കറി, തോരൻ, സ്നാക്സ്, പിന്നെ പച്ചയ്ക്ക് സാലഡ്സിലും ഉപയോഗിക്കാം. മൈൽഡ് ഫ്ലേവറാണ്, പക്ഷേ നല്ല വഴുവഴുപ്പുള്ള ചീരയാണ്. വലിയ ഇലകളൊക്കെ പറിച്ചെടുത്താൽ 2-3 ദിവസം കൊണ്ട് ചെറിയ ഇലകളൊക്കെ വലുതാവും. ഈ ഇലകൾ കഴുകിയെടുത്ത് ഇത് വെച്ച് നമുക്ക് നല്ലൊരു ഡാൾ അല്ലെങ്കിൽ പരിപ്പ് കറി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതിൽ പരിപ്പിൻ്റെ ഗുണമുണ്ട്, ഇലയുടെ ഗുണമുണ്ട്. പച്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ഏത് ഇനം ഇലകളാണെങ്കിലും നന്നായി കഴുകിയെടുക്കണം. പരിപ്പ് കറിക്ക് ഒത്തിരി ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല. പാലക് ചീര പോലെ അരിയുമ്പോൾ ഒരു ക്രിസ്പി ഫീലാണ്. ഈ കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. ആദ്യമായി ഡാൽ വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൽ 1 കപ്പ് തുവരപ്പരിപ്പും 3 കപ്പ് വെള്ളവും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പുനീരാണ് ചേർക്കുന്നത്. ഒരു ചെറിയ പീസ് കായം. മീഡിയം ഫ്ലെയിമിൽ 8-10 മിനിറ്റോ ഇല്ലെങ്കിൽ 4-5 വിസിൽ വരുന്നവരെ വയ്ക്കാം. ഈ വെന്ത ഡാളിലേക്ക് അരിഞ്ഞു വെച്ച 2 കപ്പ് ബസെല്ല ചീര ഇടാം. കുറച്ച് ഇങ്ങോട്ടോ അങ്ങോട്ടോ ആയിന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. 1-2 കഷ്ണം കൂക്കംപുളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തിളച്ച് കഴിയുമ്പോൾ ഇറക്കി വയ്ക്കുക. കൊഴുപ്പ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തോളൂ. കടുക് വറുക്കാനായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കടുക്, വെളുത്തുള്ളി 4-5 അല്ലി ചതച്ചത്, ചതച്ച ഇഞ്ചി 1/2 ടീസ്പൂൺ. ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകം പയ്യൊന്ന് മൂപ്പിക്കുക. ചെറുതായി അരിഞ്ഞു വെച്ച ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം 1 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കുക. ടൊമാറ്റോ അപ്പോഴത്തേക്കും വെന്തിട്ടുണ്ടാവും.
കുക്കറിലുള്ളത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആഫ്രിക്കൻ കൊറിയാണ്ടർ ആണെങ്കിൽ ഒരു പകുതി ഇലയും അരിഞ്ഞിട്ടാൽ രുചിയൊന്ന് വേറെ തന്നെയാണ്. തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് പകർത്തി വയ്ക്കുക. ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ്. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാം. ഈ ബസല്ല ചീരയുടെ പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.